إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي رواية وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മലിക്കുൽ ജബ്ബാറായ അർഹമുർ റാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി മനസ്സറിഞ്ഞ് സൂക്ഷിച്ചു പാലിച്ചു ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് മരണം വരെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഏതൊരു വ്യക്തിയിലും സമൂഹത്തിലും സമൂലമായ നാശത്തിന് വഴിയൊരുക്കുന്ന വളരെ മോശമായ, വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്, ഒരു സ്വഭാവമാണ് ഉജ്ബ് എന്ന് പറയുന്നത്. എന്താണ് ഉജ്ബ് എന്ന് പറഞ്ഞാൽ? ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി, അതാണ് ഉജ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, ഒരു മനുഷ്യൻ, ഒരാൾ ഞാൻ തരക്കടില്ല എന്ന് സ്വന്തത്തെക്കുറിച്ച് ആ ഒരു രീതിയിലുള്ള മേനി നടിക്കുന്നതിനാണ് എന്ത് പറയുക? ഉജ്ബ് എന്ന് പറയുക. ഞാൻ ഏതാ മോൻ, ഞാൻ വലിയൊരു സംഭവമാണ്, ഞാൻ തന്നെയാണ് എല്ലാം. അവരൊക്കെ നിസാരക്കാരായ ആളുകളാണ്, അവരെ കൊണ്ടൊന്നും കഴിയില്ല. ഞാനാണ് എല്ലാം കൊണ്ടും യോഗ്യതപ്പെട്ടവൻ, ഞാനാണ് എല്ലാം തികഞ്ഞവൻ
അല്ലെങ്കിൽ ഞാനാണ് മെച്ചപ്പെട്ടവൻ, ഞാനുണ്ടെങ്കിൽ അത് നടക്കൂ എന്നിങ്ങനെ അവനവനെ കുറിച്ചുള്ള മേനി നടിക്കുന്ന ആ ഒരു സ്വഭാവത്തിനാണ് പ്രിയമുള്ളവരെ ഉജ്ബ് എന്ന് പറയുക. അങ്ങനെ ഒരു കാഴ്ചപ്പാടും ചിന്തയും സമീപനവും നമ്മളിൽ വന്നു ചേർന്നാൽ അത് നമ്മുടെ നാശത്തിൻ്റെ തുടക്കമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആരാ ഇബ്ലീസ്? നമുക്കൊക്കെ അറിയാം. ഞാൻ ചരിത്രം വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ സവിധത്തിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട, എന്നേക്കും അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയനായി തീർന്ന വ്യക്തിയാണ് ആര്? ഇബ്ലീസ്. ആ ഇബ്ലീസിനെ ആ നിലക്ക് റബ്ബിന്റെ സവിധത്തിൽ നിന്ന് ആട്ടിയകറ്റപ്പെടാനും റബ്ബിന്റെ എന്നേക്കുമുള്ള ശാപകോപത്തിനിരയാക്കി തീർത്തതും ഇബ്ലീസിൽ നിന്ന് പ്രകടമായ ഈ ഒരു സ്വഭാവം കൊണ്ടായിരുന്നു, ഉജ്ബ് കൊണ്ടായിരുന്നു. അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ, അള്ളാഹു അവരെ സൃഷ്ടിച്ച് മലക്കുകളോട് എല്ലാവരോടും ഇബ്ലീസിനോടുമൊക്കെ അവർക്ക് മുമ്പിൽ ഇക്റാമിന്റെ സുജൂദ് നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ. ഇബ്ലീസ് ഒഴികെ ബാക്കി എല്ലാവരും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തു. ഇബ്ലീസ് എന്ത് ചെയ്തു? അതിന് തയ്യാറായില്ല. അള്ളാഹ് ചോദിച്ചു, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. ഇബ്ലീസേ, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല? എന്താ നിന്നെ അതിന് തടഞ്ഞ കാരണം? അപ്പോൾ ഇബ്ലീസ് പറഞ്ഞ മറുപടി സൂറത്തുൽ അഅറാഫിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണത്? അന ഖൈറും മിൻഹു, അന ഖൈറും മിൻഹു. പടച്ചവനെ, ഞാനാണ് അവനേക്കാൾ മുന്തിയവൻ, ഞാൻ അവനേക്കാൾ മുന്തിയവനാ, ഞാൻ ആദമിനേക്കാൾ ശ്രേഷ്ഠനാണ്, ഞാൻ അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യില്ല. കാരണം എന്താ? ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. എന്നെ സൃഷ്ടിച്ചത് റബ്ബേ നീ തീ കൊണ്ടാണെങ്കിൽ ആദമിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടല്ലേ? അതുകൊണ്ട് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ ഒരിക്കലും കളിമണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യില്ല. കാരണം അന ഖൈറും മിൻഹു. അങ്ങനെ തന്നെ ഇബ്ലീസ് പറഞ്ഞത്. അന ഖൈറും മിൻഹു, അവനേക്കാൾ കേമൻ ഞാനാ, അവനേക്കാൾ ഉത്തമൻ ഞാനാണ്, അവനേക്കാൾ ശ്രേഷ്ഠൻ ഞാനാണ്. ഈ ഒരു ഉജ്ബ് ഇബ്ലീസിൽ നിന്ന് പ്രകടമായപ്പോൾ റബ്ബ് പറഞ്ഞു, ഓഹോ അങ്ങനെയാണല്ലേ, ഫഖ്റുജ്, പുറത്തു പോയിക്കോ, ഇന്നക മിനസ്സാഗിരീൻ, നീ എന്നെന്നും നിന്ദ്യരായ ആളുകളുടെ കൂട്ടത്തിലായിരിക്കും. അള്ളാഹുവിൻ്റെ എന്നേക്കുമുള്ള ശാപകോപങ്ങൾക്കിരയായി റബ്ബിൻ്റെ സവിധത്തിൽ നിന്ന് പുറത്തു പോകാൻ ഇടയായ ആ ഒരു സ്വഭാവം, അതാണ് ഉജ്ബ്. നോക്കി സഹോദരന്മാരെ, ഇത് മനസ്സിനെ ബാധിച്ചാൽ ആ മനുഷ്യൻ തീർന്നു. ആ മനുഷ്യന്റെ രണ്ട് ലോകത്തെയുമുള്ള നാശത്തിന്റെ വാതിലാണ് അതുവഴി അവൻ തുറന്നു വെക്കുന്നത്. രണ്ട് ലോകത്തെയുമുള്ള നാശത്തിന്റെ. നമ്മൾ നോക്കിയും ഈ ഉജ്ബ് ഒരാളുടെ മനസ്സിൽ കയറിക്കൂടിയാലുണ്ടല്ലോ, ആ മനുഷ്യന് അവൻ്റേതല്ലാത്ത ഒരു കാര്യങ്ങൾക്കും വലിയ ഗൗരവമൊന്നും ഉണ്ടാവില്ല. ഒരാളെയും അവൻ പരിഗണിക്കില്ല, ഒരാളെയും അവന് വിലവെക്കില്ല, ഒന്നിനോടും അവൻ സമരസപ്പെടില്ല, വേറെ ഒരാളുടെയും അഭിപ്രായത്തെ മാനിക്കില്ല. ഞാനെന്താണോ പറഞ്ഞത്, എൻ്റെ തീരുമാനം എന്താണോ അത് മതി. ആ ഒരു നിലപാടായിരിക്കും ആ മനുഷ്യനിൽ ഉണ്ടാവുക. ക്രമേണ
കൂടുതൽ വലിയ സ്വാർത്ഥതയിലേക്ക് ആ മനുഷ്യന് വഴുതി മാറുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരിലും വന്നു ചേരാം. ഈ വലിയ വായിൽ പ്രസംഗിക്കുന്ന എനിക്കും ആ ഒരു സ്വഭാവം വന്നു ചേരാം. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, ഏത് വലിയ ആലിമുൽ അല്ലാമയായാലും ഞാൻ തരക്കടില്ല. ഞാൻ തരക്കടില്ല, ഞാൻ കൊള്ളാം, ഞാൻ തന്നെയാണൊക്കെ, ഞാൻ വിചാരിച്ചാൽ അത് നടക്കൂ, വേറെ ആരെ കൊണ്ടും ഒന്നും കഴിയില്ല എന്ന ആ ഒരു മനസ്ഥിതി ഏത് വലിയ ആലിമിനും വന്നു ചേരാം. ഇത് വെറുതെ പറയല്ലോ കേട്ടോ. നിങ്ങൾ നോക്കിയും അള്ളാന്റെ പ്രവാചകന്റെ സഹാബത്ത് ആരാണവർ? പ്രവാചകന്റെ സവിധത്തിൽ നിന്ന്, പ്രവാചകന്റെ സദസ്സിൽ നിന്ന് നേരിട്ട് ദീന് പഠിച്ച സഹാബത്ത്. ആ സഹാബാക്കളിൽ ചിലർക്ക് ഒരല്പസമയം, അധികമൊന്നുമില്ല, ഒരു കുറഞ്ഞ സമയം ഈ ഒരു മനസ്ഥിതി ഒരവസരത്തിൽ വന്നു ചേർന്നു. അള്ളാഹ് ഉടനെ പരീക്ഷിച്ചു. ഉടൻ അള്ളാഹു ആ മനസ്ഥിതി അവരെ കൊണ്ട് തിരുത്തിച്ചു. ഏതാണ് ആ സംഭവം? അത് ഹുനൈൻ യുദ്ധത്തിന്റെ സന്ദർഭമാണ്. സൂറത്ത് തൗബയിൽ അല്ലാഹു ഇത് വിശദീകരിക്കുന്നുണ്ട്. ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കതീറത്തിൻ വയൗമ ഹുനൈനിൻ. ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കതീറ. സ്വഹാബത്തിനോട്, മുസ്ലിം ഉമ്മത്തിനോട് റബ്ബ് പറയാണ്, നിങ്ങളെ ഞാൻ ഒരുപാട് സന്ദർഭങ്ങളിൽ സഹായിക്കുകയുണ്ടായി. വയൗമ ഹുനൈന, ഹുനൈൻ യുദ്ധത്തിന്റെ വേളയിലും. എന്താ ഹുനൈൻ യുദ്ധത്തിന്റെ വേളയിൽ സംഭവിച്ചത്? അല്ലാഹു പറയാണ് ശേഷം, ഇത് അഅ്ജബതുക്കും കസ്റതുക്കും, ഇത് അഅ്ജബതുക്കും കസ്റതുക്കും, നിങ്ങളിലെ ആധിക്യം, നിങ്ങളിലെ ആൾബലം, അതിന്റെ വർധനവ്, അത് നിങ്ങളിൽ ഒജുബുണ്ടാക്കി. ഇത് അഅ്ജബതുക്കും കസ്റതുക്കും. ആ സഹാബികളിൽ പലരും പറയാൻ തുടങ്ങി, എന്ത്? ലന്നുഗലബൽ യൗമ മിൻ ഖില്ല, ആള് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ഇന്ന് എന്തായാലും തോൽക്കൂല. ഉഹുദിലെയും ബദറിലെയും പോലെയല്ല. ഇന്ന് നമ്മൾ അത്യാവശ്യം ആളുണ്ട്, ഇന്ന് നമ്മൾ അടിച്ചു കയറി മുന്നോട്ട് നീങ്ങും എന്നൊരു മനസ്ഥിതി അങ്ങോട്ട് വന്നപ്പോ അള്ളാഹ് പിടിച്ചു, ഉടനെ പിടിച്ചു, തിരുത്തിച്ചു. അവർക്ക് വലിയ പ്രയാസം നേരിടേണ്ടി വന്നു, അവർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. ഫലം തുഗ്നിയൻകും ശൈആ, ആ മനസ്ഥിതി നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്തില്ല. ഏത് മനസ്ഥിതി? നമ്മളിന്ന് അത്യാവശ്യം ആളുണ്ട്, നമ്മൾ ഇന്ന് പരാജയപ്പെടില്ല എന്ന ആ മനസ്ഥിതി അവർക്ക് ഒരു ഉപകാരവും ചെയ്തില്ല, ഒരു ഗുണവും ചെയ്തില്ല എന്ന് മാത്രമല്ല, വല്ലാഖത അലൈക്കുമുൽ അർദു ബിമാ റഹബത്, വിശാലമായ ഭൂമി അവർക്ക് ഇടുങ്ങിയതായി അനുഭവപ്പെട്ടു. തീർന്നില്ല, അവർ വിറപ്പിക്കപ്പെട്ടു. ആ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ അവർക്ക് വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. പിന്നെയോ അവര് യുദ്ധക്കളത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. ആരെ കുറിച്ചാ പറയണത്? സ്വഹാബത്തിനെ കുറിച്ച്. അവർ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. പിന്നെ റബ്ബ് ഇടപെട്ടു. അള്ളാഹ് എന്ത് ചെയ്തു? പിന്നീട് അല്ലാഹു അവന്റെ പ്രവാചകന്റെയും മുഅ്മിനീങ്ങളുടെയും മേൽ സഹായം ചൊരിഞ്ഞു. എങ്ങനെ? അവരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള സൈന്യത്തെ കൊണ്ട് അല്ലാഹു അവരെ സഹായിച്ചു, അവരെ രക്ഷപ്പെടുത്തി. അപ്പോ ആ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ അവരിൽ ചിലർക്ക് തോന്നിയ ആ ഒരു തോന്നൽ, സഹോദരന്മാരെ, അങ്ങനെ വല്ല തോന്നലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ആരിൽ വന്നു ചേർന്നാലും പടച്ചോൻ ഉടനെ പിടിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യത്തെ നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. ഒരല്പം ഇൽമു കൂടിയാലേ, അല്ലെങ്കിൽ അത്യാവശ്യം നന്നായി സംസാരിക്കാനൊക്കെ കഴിവുണ്ടെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അത്യാവശ്യം ധനവും ചുറ്റുപാടുണ്ടെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അത്യാവശ്യം അധികാരവും ആ രീതിയിലുള്ള സ്വാധീനവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അപ്പൊ ഇത് തന്ന റബ്ബിനെ മറക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോഴാണ് ഈ ഉജ്ബ് നമ്മളിൽ വരിക. അള്ളാഹുവിന്റെ നിഅമത്തുകൾ നമുക്ക് അള്ളാഹുവിൻ വിശാലമാക്കി തരുമ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ മറന്നു, ഇത് കിട്ടിയ വഴി മറന്നു, നാളിതുവരെ ജീവിച്ച വഴി മറന്നു പോകും, അല്ലേ? അധികാരത്തിന്റെ പ്രമത്തതയിൽ
അന്ധത ബാധിച്ച ഫിർഔനിന് സംഭവിച്ചത് അതായിരുന്നു. ഫിർഔനിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? ആരാ ഫിർഔൻ? അന റബ്ബുക്കുമുൽ അഗ്ലാ, ഞാനാണ് അത്യുന്നതനായ റബ്ബ്, ഞാനാ റബ്ബ്. നാടിന്റെ രാജ്യത്തിന്റെ മുഴുവൻ അധികാരവും ചെങ്കാലും കയ്യിൽ പിടിച്ചുകൊണ്ട് വലിയ ഉജുബോടുകൂടി ഫിർഔൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനം അതായിരുന്നു, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ ഒരു റബ്ബ് നിങ്ങൾക്കുള്ളതായി എനിക്കറിയില്ല, അതുകൊണ്ട് എന്നെ നിങ്ങൾ എന്ത് ചെയ്യാവൂ? ആരാധിക്കാവൂ. ആ ഫിർഔനിന് എന്ത് സംഭവിച്ചു? ആ ഫിർഔനിന്റെ ഉജുബിന് എന്ത് സംഭവിച്ചു? ചെങ്കടലിന്റെ കുഞ്ഞോളങ്ങളിൽ അവൻ മുക്കി നശിപ്പിക്കപ്പെട്ടു. അതിലിങ്ങനെ മുക്കി താഴുമ്പോ അതിൻ്റെ താഴ്ചയിൽ നിന്ന് മുകളിലേക്ക് ഏന്തി വലിഞ്ഞ് ഒന്നുകൊണ്ട് പറയാൻ ശ്രമിച്ചു. എന്ത്? അവൻ പറഞ്ഞു, ശ്രമിച്ചു എന്നല്ല, ഫിർഔൻ പറഞ്ഞു, പടച്ചോനെ ഞാൻ വിശ്വസിക്കാം റബ്ബേ, നീയാണ് റബ്ബ്, നീയല്ലാതൊരു റബ്ബുമില്ല. ഇബ്ലീസിന്റെ എല്ലാ ഔജുബും എല്ലാ അഹങ്കാരവും അതോടുകൂടി നിലക്കാണ്, അല്ലേ? എന്തെങ്കിലും കാര്യം ഉണ്ടായോ? പിന്നെ ഒരു കാര്യം ഉണ്ടായില്ല, അവൻ മുക്കി നശിപ്പിക്കപ്പെട്ടു. അള്ളാഹു വേറൊരു മനുഷ്യന്റെ ചരിത്രം ഇതേ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. അതാരാ? ഖാറൂൻ. ഖാറൂൻ ആരാ? ഖാറൂൻ ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു ഖാറൂൻ. ഫബഗാ അലൈഹിം, അദ്ദേഹം തന്റെ സമൂഹത്തിനെതിരെ, ഖാറൂൻ തന്റെ സമൂഹത്തിനെതിരെ അതിക്രമം കാണിച്ചു. വആതൈനാഹു മിനൽ ഖുനൂസ്, ഖാറൂന്റെ പ്രത്യേകത അവന് നാം ഒരുപാട് സമ്പത്ത് നൽകി എന്നുള്ളതായിരുന്നു. ഒരുപാട് സമ്പത്ത്. എത്രത്തോളം? മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ, അതിശക്തരായ വലിയ ഒരു സംഘത്തിന് പോലും ഭാരമാകത്തക്ക വിധത്തിൽ വലിയ നിക്ഷേപം നാം അവന് നൽകി. അവന്റെ ഖജനാവുകൾ അത് ഏറ്റു നടക്കാൻ അതിശക്തരായ വലിയൊരു സംഘത്തിന് തന്നെ ഭാരമാകത്തക്ക വിധത്തിൽ അത്രമാത്രം വലിയ സമ്പന്നത നൽകപ്പെട്ട ഖാറൂൻ. ഒന്നുമില്ല, ഖാറൂൻ ഒരൊറ്റ വർത്തമാനമേ പറഞ്ഞുള്ളൂ, ഒരേ ഒരു വർത്തമാനം. എന്താ പറഞ്ഞത്? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഗിന്ദി, അത്രേ പറഞ്ഞുള്ളൂ ഖാറൂൻ. ഇതൊക്കെ ഉണ്ടല്ലോ എന്റേത് എന്ന ഈ പറയപ്പെടുന്ന, ഈ കാണപ്പെടുന്ന മുഴുവൻ സമ്പത്തും ഇത് അലാ ഇൽമിൻ ഗിന്ദി, ഇത് എൻ്റെ അറിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ. നമ്മളുവരെയും നമ്മുടെ കൂട്ടത്തിൽ പലരും ഒരു ദിവസം തന്നെ എത്ര വട്ടം അത് പറയാറുണ്ട്, അല്ലെ? ഞാൻ അങ്ങനെ ചെയ്ത്, ഞാൻ ഇങ്ങനെ ചെയ്ത്, അങ്ങനെ ഉണ്ടാക്കിയതാണ്. എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പ്ലാനിങ് കൊണ്ട്, എൻ്റെ ടെക്നോളജി കൊണ്ട്, എൻ്റെ പദ്ധതി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ. ഒന്നുമല്ല, അതൊക്കെ നമ്മുടെ തോന്നല. ഈ കഴിവും മികവും നേട്ടവും വിഭവവും ഒന്നും നമ്മുടേതല്ല, നമ്മുടെ കഴിവ് കൊണ്ടേ അല്ല. അതിലേക്കൊക്കെ ആരെത്തിച്ചതാ നമ്മെ? ആത്യന്തികമായി റബ്ബെത്തിച്ചതാ, അല്ലേ? ഏത് സെക്കൻഡിലും അതിനേക്കാൾ വേഗതയിൽ തിരിച്ചെടുക്കാനും അള്ളാഹുവിന് കഴിയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാനടക്കമുള്ള നമ്മളോട് ഓരോരുത്തരോടുമാണ് സൂചിപ്പിക്കുന്നത്, എന്തിൻ്റെ പേരിലും, സമ്പത്തിൻ്റെയോ അറിവിൻ്റെയോ അധികാരത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ എന്തിൻ്റെ പേരിലാണെങ്കിലും നമ്മളിൽ ഈ ഒരു സ്വഭാവം കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. ആ ഒരൊറ്റ വാക്കേ ഖാറൂൻ പറഞ്ഞുള്ളൂ, ഇത് എൻ്റെ കഴിവുകൊണ്ടേ, എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അള്ളാഹ് എന്ത് ചെയ്തത്? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, അവനെയും അവൻ്റെ കൊട്ടാര സദൃശ്യമായ ആ ഭവനത്തെയും അള്ളാഹു ഭൂമിയുടെ അഗാധതയിലേക്ക് ആഴ്ത്തിക്കൊണ്ടുപോയി. അവൻ്റെ പൊടി പോലും അള്ളാഹു ഭൂമിയിൽ ബാക്കി വെച്ചില്ല എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറയാണ്, അവനെ സംബന്ധിച്ചിടത്തോളം ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു, അവനെ സഹായിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നില്ല. മാത്രമല്ല വമാ കാന മിനൽ മുൻതസിരീൻ,
അവന് തന്നെയും തൻ്റെ സ്വയം രക്ഷക്കുള്ള വഴിയൊരുക്കാൻ കഴിഞ്ഞതുമില്ല. അപ്പോൾ സഹോദരന്മാരെ, ഇതാണ് വസ്തുത. ഈ ഒരു സ്വഭാവം ഒരു മനുഷ്യനിൽ ഒന്ന് ചെറുതായി അവൻ്റെ മനസ്സിൽ നാം വിട്ടാൽ, മുള പൊട്ടിയാൽ അതവൻ്റെ സർവനാശത്തിന് വേദിയൊരുക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. റസൂൽ പറഞ്ഞു, മൻ തഅല്ലമ ഫീ നഫ്സിഹി, ആരെങ്കിലും സ്വയം മഹത്വം നടിച്ചാൽ, ഞാൻ തർക്കടില്ല, ഞാൻ കൊള്ളാം, ഞാൻ തന്നെയാണ്, ആ ഒരു രീതിയിലുള്ള മനസ്ഥിതി ഒരാൾ നടിച്ചാൽ, പിന്നെയോ വഖ്താല ഫീ മശ്യതിഹി, അവൻ്റെ നടത്തത്തിലും വർത്തമാനത്തിലും പെരുമാറ്റത്തിലും സമീപനത്തിലുമെല്ലാം അതിൻ്റെ അടയാളങ്ങൾ അവൻ കാണിക്കുകയും ചെയ്താൽ, ലഖിയല്ലാഹ അസ്സ വജല്ല വഹുവ അലൈഹി ഗളബാൻ, അല്ലാഹനെ കോപിച്ച നിലയിൽ അവൻ നാളെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും നമ്മൾ വിനയാന്വിതരാകുക. റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ എല്ലാ അർത്ഥത്തിലും ദുർബലരാണ്. ആ ദുർബലതയെ നമ്മൾ അംഗീകരിച്ച് വിനയത്തോടെ നമ്മൾ മുന്നോട്ട് നീങ്ങുക. ഈ ഒരു ചിന്താഗതി മനസ്സിൽ വന്നാൽ, എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ അവരെ വഴിതിരിച്ചു വിടും. അവർക്ക് സബീലുർ റുഷ്ദ്, സന്മാർഗത്തിൻ്റെ വഴി കണ്ടെത്താൻ കഴിയില്ല. അവർ ഏത് മറ്റുള്ള വഴിയിലൂടെ അവർ നീങ്ങി അവൻ അപകടത്തിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ താക്കീത് നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെയും, ആ ഒരു സ്വഭാവം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും, നമ്മുടെ വാക്കിലോ നോക്കിലോ നമ്മുടെ ചിരിയിലോ ചിന്തയിൽ പോലും കടന്നു വരാതെ നമ്മൾ സൂക്ഷിക്കുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്ത് വോട്ടേഴ്സ് ലിസ്റ്റ്, നമ്മുടെ വോട്ടർ പട്ടിക പുനഃക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ SIR അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. സ്വതന്ത്ര ഭാരതത്തിൽ മുമ്പും പലതവണ വോട്ടേഴ്സ് രജിസ്റ്റർ, വോട്ടേഴ്സ് പട്ടിക പുതുക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായി പുതുക്കപ്പെട്ടത് 2002 അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട്, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുമൊക്കെ പറയുന്നത്. മുമ്പൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ടേഴ്സ് രജിസ്റ്റർ പുനഃക്രമീകരിക്കുന്ന ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ അന്നത്തെ സാമൂഹിക ചുറ്റുപാടല്ല ഇന്നത്തെ നമ്മുടെ ജീവിത രാഷ്ട്രീയ ചുറ്റുപാട്. അന്ന് പലരും എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രാഷ്ട്രീയ വാദത്തിൻ്റെയും മറ്റുമൊക്കെ പേര് പറഞ്ഞ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനോ അതിനൊന്നും ശ്രദ്ധിക്കാതെ മാറി നിൽക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിഗതികളൊക്കെ മാറി. അന്നത്തേതിനേക്കാൾ കൂടുതൽ അപകടകരമായ സാഹചര്യവും പ്രയാസങ്ങളും
പ്രത്യേകിച്ചും നമ്മുടെ സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് നമ്മുടെ ആ പഴയ സമീപനം നമ്മൾ മാറ്റിവെക്കണം. പുതിയ വോട്ടേഴ്സ് പുനഃക്രമീകരണ പ്രക്രിയയിൽ നമ്മൾ പങ്കാളികളാവണം. നമ്മുടെ വീട്ടിൽ 18 വയസ്സ് തികഞ്ഞ ആരൊക്കെയുണ്ടോ നമ്മുടെ വീട്ടിലും കുടുംബത്തിലുമൊക്കെയായി അവരുടെ എല്ലാവരുടെയും പേര് അതിൽ ഉണ്ടാക്കിയെടുക്കാൻ, അതിൽ ഉറപ്പുവരുത്താൻ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ അറിവും അവബോധവുമുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും. ഞാൻ പറയേണ്ടതില്ല. ഒരുപക്ഷെ നാളെ സമീപ ഭാവിയിൽ നമ്മുടെ പൗരത്വം പോലും ഒരുപക്ഷെ പരിഗണിക്കുക ഇത്തരം ലിസ്റ്റുകൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം. ഞാനെങ്കിലും അല്ലെങ്കിലും എന്തായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വോട്ടവകാശം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആ പൗരത്വ രേഖയിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ആ രജിസ്റ്ററിൽ നമ്മുടെ പേര് അത് ഭദ്രമാണ്, ഉറപ്പാണ് എന്ന് നമ്മൾ പ്രത്യേകം ഉറപ്പുവരുത്തുക. നിങ്ങൾ നോക്കൂ, ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ രാജ്യത്തിലെ ഓരോ പൗരൻ്റെയും കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമാണെന്ത്? സമ്മതിദാനാവകാശം, വോട്ട്. അല്ലേ? നമ്മെ നയിക്കേണ്ടത്, നമ്മെ ഭരിക്കേണ്ടത് ആരായിരിക്കണമെന്ന് നമ്മളാ തിരഞ്ഞെടുക്കുക. അതാണല്ലോ ഈ വോട്ടുമായി ബന്ധപ്പെട്ട നമ്മുടെ ഏറ്റവും വലിയ പവർ. നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ സംസ്ഥാനങ്ങളിൽ, നമ്മുടെ രാജ്യത്ത് ഒക്കെ തന്നെയും നമ്മെ നയിക്കേണ്ടത്, നമ്മെ ഭരിക്കേണ്ടത് ആരായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കും. ഞാൻ തീരുമാനിക്കും, നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കും. അതിനെന്ത് വേണം? അത് നമുക്ക് ആ സമ്മതിദാനാവകാശം ചെയ്യാനുള്ള അവകാശം വേണം. അല്ലേ? ആ അവകാശത്തിന് എന്ത് വേണം? നമ്മളതിൽ നമ്മുടെ പേര് ചേർക്കപ്പെടണം. അതുകൊണ്ട് ഇപ്പോൾ ആർക്ക് വോട്ട് ചെയ്താലൊക്കെ കണക്കാണ് എന്ന് പറഞ്ഞ് നമ്മളിനി എന്ത് ചെയ്യണ്ട? മാറിക്കണ്ട. അത്തരത്തിലുള്ള രാഷ്ട്രീയ വാദങ്ങളൊക്കെ നമ്മൾ വലിച്ചെറിയുക. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഓരോ വോട്ടിനും വലിയ വിലയുണ്ട്. അത് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് SIR ബന്ധപ്പെട്ട് അതിൻ്റെ ഓഫീസേഴ്സ് അവരോട് നല്ല നിലയിൽ വർത്തിച്ച് അവർ ആവശ്യപ്പെടുന്ന രേഖകൾ കാണിച്ച് ആ പ്രക്രിയയിൽ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയറാക്കുക. എല്ലാവരും സജീവമായി തൻ്റെ വീട്ടിൽ 18 വയസ്സ് തികഞ്ഞ എല്ലാവരുടെ പേരും അതിലുണ്ട്, അല്ലെങ്കിൽ അതിൽ വരണം എന്ന നിലക്കതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സജീവമായി ശ്രദ്ധിക്കുക. അർഹമുർ-റഹീമീനായ റബ്ബ് കൂടുതൽ ഇസ്സത്തോടെ, കൂടുതൽ അഭിമാനത്തോടെ, കൂടുതൽ സുരക്ഷിതത്വത്തോടെ ഈ നാട്ടിൽ കഴിഞ്ഞ് ഈ നാട്ടിൽ തന്നെ മരിച്ചു വീഴാനുള്ള തൗഫീക്ക് അർഹമുർ-റഹീമീനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അർഹമുർ-റഹീമീനായ റബ്ബേ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഇണതുണകൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ നാട്ടുകാർ, അർഹമുർ-റഹീമീനായ റബ്ബേ എല്ലാ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹു വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും കൂടുതൽ കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഒക്കെയുള്ള അറിവും കഴിവും ഈ ഇഖ്ലാസും തൻ്റെ അടവും ധൈര്യവും നിങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൻ്റെ ഒരവസരത്തിലും ഉജ്ബ് കാണിക്കാത്ത വിനയാന്വിതരായ മുഖ്ലിസീങ്ങളിൽ, മുവഖ്ഖിദീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൻ്റെ ഏതൊരവസരത്തിൽ മരണപ്പെടേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉൾക്കൊണ്ട് അത് പ്രഖ്യാപിച്ച് നിന്റെ തൃപ്തിയോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും മറ്റു പല നിലക്കും പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്.
എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان الذين يجاهدون إلى كلمة لا إله إلا الله. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.